നമസ്കാരം, ന്യൂസ് കാർഡിലേക്ക് സ്വാഗതം. കേരളത്തിലെ മന്ത്രിമാർക്കെല്ലാം ശനിദശയാണെന്ന് തോന്നുന്നു. എവിടെ തിരിഞ്ഞാലും എന്ത് പരിപാടി നടത്തിയാലും കുറ്റപ്പെടുത്തലും ചീത്തവിളിയും മാത്രം. കേട്ട് മടുത്തിട്ടും സഹികെടാത്തവർക്കെതിരെ നേരിട്ടാണ് ഇപ്പോൾ പ്രതികരണങ്ങളെല്ലാം എത്തുന്നത്. ഇന്നലെ സെനറ്റ് യോഗത്തിൽ കസേരയ്ക്ക് വേണ്ടി ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദുവും വിസിയും കടിപിടി നടത്തിയതാണ് നമ്മൾ കണ്ടത്. ഇതെന്റെ കസേര, എന്റെ അധ്യക്ഷ സ്ഥാനം എന്നിങ്ങനെ പരസ്പരം കുട്ടികളെ പോലെ സ്ഥാനം പോലും മറന്ന് വാശി പിടിച്ചു. ആർ ബിന്ദു എല്ലാത്തിനും പ്രോ ആയതുകൊണ്ട് തന്നെ കസേരയ്ക്ക് വേണ്ടി പിടിപിടി നടത്തുന്നതിൽ മുന്നിൽ തന്നെ നിന്നു. സർവകലാശാല കാര്യങ്ങളിലും വൈസ് ചാൻസലർ നിയമത്തിലും സർക്കാരിന് നേരിട്ട് ഇടപെടാൻ സാധിക്കില്ല എന്ന സുപ്രീം കോടതി വിധി നിലനിൽക്കെ കേരള സർവകലാശാല സെനറ്റ് യോഗത്തിൽ അധ്യക്ഷ സ്ഥാനം വഹിച്ച വിസി നിയമനത്തിലുള്ള സെർച്ച് കമ്മിറ്റിയിലേക്ക് പ്രതിനിധിയെ നൽകേണ്ട എന്ന പ്രമേയം പാസാക്കിയ മന്ത്രി ആർ ബിന്ദുവിന്റെ നടപടി നിയമപ്രശ്നമാകാൻ പോവുകയാണ്. ചാൻസലറായ ഗവർണറുടെ അഭാവത്തിലോ അദ്ദേഹത്തിന് കടമ നിർവഹിക്കാൻ സാധിക്കാത്ത സാഹചര്യത്തിലോ പ്രോ ചാൻസലറായ മന്ത്രിക്ക് ചാൻസലറുടെ എല്ലാ അധികാരവും കടമയും നിർവഹിക്കാം എന്നതായിരുന്നു ആ നിയമത്തിൽ പറഞ്ഞിരുന്നത്. എന്നാൽ ചാൻസലർ പദവി ഒഴിഞ്ഞുകിടക്കുകയോ ചാൻസലർക്ക് ഉത്തരവാദിത്തം നിർവഹിക്കാൻ സാധിക്കാത്ത പ്രശ്നങ്ങൾ ഉണ്ടാവുകയോ ചെയ്താലാണ് പ്രോ ചാൻസലർക്ക് പ്രവർത്തിക്കാൻ സാധിക്കുക. ഇതെല്ലാം മറന്നുകൊണ്ടായിരുന്നു ആർ ബിന്ദുവിന്റെ ഇന്നലത്തെ പ്രകടനം. ചാൻസലറുടെ അഭാവത്തിൽ എന്നത് അദ്ദേഹം ഇല്ലെങ്കിൽ പ്രോ ചാൻസലർക്ക് അധികാരം ലഭിക്കും എന്ന രീതിയിലായിരുന്നു മന്ത്രി വ്യാഖ്യാനിച്ചത്. സെനറ്റ് യോഗത്തിന് മന്ത്രി എത്തുന്നു എന്നതറിഞ്ഞ ഓഫീസൽ വിസി ഡോക്ടർ മോഹൻ കുന്നമ്മൽ കാത്തിരിക്കുകയായിരുന്നു. എന്നാൽ മന്ത്രി നേരെ അങ്ങ് സെനറ്റ് ചേംബറിലേക്കാണ് പോയത്. വിവരമറിഞ്ഞ വിസി എത്തുമ്പോൾ അദ്ദേഹത്തിന്റെ കസേരയിൽ മന്ത്രി ഇരിക്കുന്നു. പ്രോ ചാൻസലർ എന്ന ബോർഡ് മന്ത്രിയുടെ മുന്നിൽ സ്ഥാപിച്ചിരുന്നു. തൊട്ടടുത്ത രജിസ്ട്രാറുടെ കസേരയിൽ വിസി ഇരുന്നു. യോഗം തുടങ്ങട്ടെ എന്ന് മന്ത്രി ചോദിച്ചപ്പോൾ നിയമം അനുസരിച്ച് താനാണ് അധ്യക്ഷ സ്ഥാനം വഹിക്കേണ്ടതെന്ന് വിസി ചൂണ്ടിക്കാട്ടി. പ്രോ ചാൻസലർ എന്ന നിലയിൽ താനാണ് അധ്യക്ഷ സ്ഥാനം വഹിക്കേണ്ടതെന്ന് മന്ത്രി പറയുകയും ചാൻസലറുടെ അഭാവത്തിൽ തനിക്ക് അധികാരമുണ്ടെന്ന വകുപ്പ് വായിച്ച് കേൾപ്പിക്കുകയും ചെയ്തു. ചാൻസലർ അധികാരപ്പെടുത്തിയാൽ മാത്രമേ അതിന് സാധിക്കൂ എന്ന് വിസി വാദിച്ചു. എങ്കിൽ ആ ഭാഗം കാണിക്കുവാൻ മന്ത്രി പറഞ്ഞു. പ്രോ ചാൻസലറുടെ അധികാരത്തെക്കുറിച്ച് നിയമത്തിൽ ഒരു വാചകമേ പറയുന്നുള്ളൂ. ഇക്കാര്യം നിയമത്തിൽ കണ്ടില്ലെന്ന് വിസി പ്രതികരിച്ചു. കാർഷിക സർവകലാശാല ജനറൽ കൗൺസിൽ കൃഷി മന്ത്രിക്ക് അധ്യക്ഷ സ്ഥാനം വഹിക്കണമെങ്കിൽ ഇവിടെ തനിക്ക് അധ്യക്ഷനാകാമെന്നും മന്ത്രി പറഞ്ഞതിനെ വിസി എതിർത്തു. കാർഷിക സർവകലാശാലയിൽ വിസിയാണ് അധ്യക്ഷം വഹിച്ചതെന്നും മന്ത്രി പങ്കെടുക്കുകയാണ് ചെയ്തതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. സർവകലാശാല പ്രതിനിധിയെ തിരഞ്ഞെടുക്കുവാനുള്ള അജണ്ട മാത്രമാണ് സെനറ്റ് യോഗത്തിനുള്ളത്. ഇത് അധ്യക്ഷ സ്ഥാനം വഹിക്കുന്നത് മന്ത്രിയാണോ വിസിയാണോ എന്ന ചോദ്യം ആ യോഗത്തിൽ അങ്ങ് ഉയർന്നു നിന്നു. പറഞ്ഞ് ഇരു കൂട്ടരും അങ്ങ് നടുത്തളത്തിലേക്ക് എത്തി. അധ്യക്ഷ വേദിക്ക് ചുറ്റും അംഗങ്ങൾ നിലയുറപ്പിച്ചു. ഇതിനിടെ ഗവർണറുടെ നിർദ്ദേശം തള്ളുന്നതായി പ്രമേയം അവതരിപ്പിക്കുകയും 63 വോട്ടിന് പാസാക്കുകയും മന്ത്രി പ്രഖ്യാപിക്കുകയും ചെയ്തു. യോഗത്തിന്റെ മിനിറ്റ്സിൽ ഒപ്പുവയ്ക്കുവാൻ വിസിയോട് മന്ത്രി ആവശ്യപ്പെട്ടു. വിസി ഇത് നിരസിച്ചതോടെ മന്ത്രി തന്നെ അങ്ങ് ഒപ്പും വെച്ചു. കേരള സർവകലാശാല നിയമം 9 വകുപ്പ് പ്രകാരം സർവകലാശാല സെനറ്റ്, സിൻഡിക്കേറ്റ്, അക്കാദമിക് കൗൺസിൽ തുടങ്ങിയ സമിതികളിൽ അധ്യക്ഷ വഹിക്കാനുള്ള അധികാരം വൈസ് ചാൻസലർ നിക്ഷിപ്തമാണ്. വകുപ്പ് 7 പ്രകാരം ചാൻസലറായ ഗവർണർ ഹാജരായാൽ അദ്ദേഹം സെനറ്റ് യോഗത്തിൽ അധ്യക്ഷത വഹിക്കും. പ്രോ ചാൻസലർ കൂടിയായ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിക്ക് പ്രത്യേക അധികാരങ്ങൾ നിശ്ചയിക്കപ്പെട്ടിട്ടില്ല. സർവകലാശാല പ്രതിനിധിയെ തിരഞ്ഞെടുക്കുവാനാണ് യോഗമെന്നും പേര് നിർദ്ദേശിക്കാനുണ്ടെങ്കിൽ നൽകാമെന്നും വിസി അറിയിച്ചു. തുടർന്ന് പ്രതിപക്ഷ അംഗങ്ങൾ 2 വിസിമാരുടെ പേരുകൾ എഴുതി വിസിക്ക് നൽകി. LDF അംഗങ്ങൾ കടലാസ് തട്ടിയെറിയുകയും ബഹളം വയ്ക്കുകയും ചെയ്തു. സ്ഥിതി വഷളാകുന്ന സാഹചര്യത്തിൽ യോഗം പിരിച്ചുവിടാമെന്ന് വിസി നിർദ്ദേശിക്കുകയും യോഗം പിരിയുന്നതായി മന്ത്രി പ്രഖ്യാപിക്കുകയും ചെയ്തു. ഈ സർവകലാശാല വിസി നിയമനം സംബന്ധിച്ച വിഷയത്തിലാണ് ഗവർണർക്കെതിരെ ഇത്രയും പ്രക്ഷോഭങ്ങൾ നമ്മുടെ കേരളത്തിൽ നടന്നത്. സ്ഥിരമായില്ലെങ്കിലും അവിടെ ഇവിടെ പൊട്ടലും ചീറ്റലും പോലെ വിദ്യാർത്ഥികൾ ഇപ്പോഴും കരിങ്കൊടി പ്രസ്ഥാനം നടത്തുന്നുമുണ്ട്. ഇനിയിപ്പോ ഈ യോഗ നടപടിയുടെ ബാക്കി പത്രം എന്തായിരിക്കുമെന്ന് നമുക്ക് കണ്ടു തന്നെ അറിയേണ്ടതാണ്.